ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ബാലചന്ദ്ര മേനോൻ നമ്മുടെ സ്റ്റാൻലിനെ ഫോൺ വിളിക്കുകയാണ്. അലീനയുടെ കാര്യം പറയാനാ വിളിക്കുന്നത്. സ്റ്റാൻലി ആണെങ്കിൽ ഒരു പെഗൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്ര മേനോൻ വിളിക്കുന്നു. ഫോൺ കാണുന്നു. നമ്മുടെ സ്റ്റാൻലി എടുക്കുന്നു. മിസ്റ്റർ ബാലചന്ദ്ര മേനോൻ, എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, കുറച്ച് ടൈം തരുമോ എന്ന് ചോദിച്ചു. അപ്പം സ്റ്റാൻലി പറഞ്ഞു, അതിനിപ്പോ എന്താ, ഞാനിവിടെ ഫ്രീ ആണ്, താങ്കൾ പറഞ്ഞോളൂ. അത് പിന്നെ താങ്കൾ നാളെ ഫ്രീ ആണോ സ്റ്റാൻലി? എനിക്ക് അലീനയെ നാളെ അങ്ങോട്ടേക്ക് കൊളുത്തുപുഴയ്ക്ക് കൊണ്ടുവരാനായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ നാളെ ഇവിടെ ഫ്രീ ആണ്. ഞാൻ ഇവിടെ എനിക്ക് വേറെ പ്രത്യേകിച്ച് നാളെ വേറൊരു ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വേറൊരു മീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. അപ്പൊ നാളെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ, സൗകര്യപ്രദമാണെങ്കിൽ, അതായത് മിസ്റ്റർ ബാലചന്ദ്രന് സൗകര്യപ്രദമാണെങ്കിൽ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞപ്പം എന്റെ കൊച്ചിനെ കൊണ്ടുവരാൻ എനിക്ക് സൗകര്യം തന്നെയാണ്. പിന്നെ എനിക്ക് കുറച്ച് കാര്യം അങ്ങോട്ട് പറയാനുണ്ട്. എൻ്റെ മോക്ക് അവിടെ വന്ന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എൻ്റെ മോളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ആ ഒരു വാക്ക് എനിക്ക് തരണം, എങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ ബാലചന്ദ്ര മേനോൻ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വെക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു പുച്ഛഭാവത്തോടു കൂടിയാണ് നമ്മുടെ സ്റ്റാൻലി കേട്ടോ ഇതൊക്കെ കേട്ടിട്ട്. ഓക്കെ മിസ്റ്റർ ബാലചന്ദ്രൻ ഏതായാലും മകളെ കൊണ്ടുവരൂ, എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ. എന്നെ താങ്കൾക്ക് അറിയത്തില്ലല്ലോ, എന്നെ നന്നായിട്ട് താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു ബാലചന്ദ്ര മേനോൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ്സ് ഒക്കെ ഇറക്കി. ഏതായാലും ഈ സമയത്ത് ബാലചന്ദ്ര മേനോൻ പറഞ്ഞു, ഓക്കെ എങ്കിൽ ഞാൻ നാളെ എന്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോരും. ഇവിടുത്തെ സിറ്റുവേഷൻസ് എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല. കാരണം എല്ലാവരും അവള് പോകുന്നതിന്റെ, അല്ലെങ്കിൽ അവള് എല്ലാവരെയും വിട്ട് അങ്ങോട്ടേക്ക് വരുന്നതിന്റെ ഒരു വിഷമമാണ് എന്റെ മക്കൾക്കൊക്കെ. എല്ലാവരെയും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നാളെ എന്തായി തീരുന്നൊന്നും അറിയില്ല. ഏതായാലും നാളെ പ്രതീക്ഷിച്ചോളൂ, നാളെ ഞങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് സ്റ്റാൻലി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയും മനുവും കൂടെ കൈതക്കിൽ നിന്ന് പോന്നായിരുന്നല്ലോ അലീനയെ കൊണ്ടുവിടാനായിട്ട്. ഏതായാലും ഈ ഒരു സമയത്ത് നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തുകയാണ്. അപ്പൊ വീട്ടിലെത്തിയിട്ട് കാർ ഇങ്ങനെ നിർത്തി ഇട്ടപ്പോഴത്തേക്കും അലീന ചോദിച്ചു, അല്ല മനുവേട്ടൻ ഇറങ്ങുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇറങ്ങണം, ഞാൻ ഇറങ്ങിക്കോളാം. അല്ല ഇപ്പൊ ഇറങ്ങുന്നില്ലേ, ഇപ്പൊ ഇറങ്ങി വന്നിട്ട് എല്ലാവരെയും കണ്ടിട്ട് പോകാം. എന്തിന് ഇനി എല്ലാവരെയും കണ്ടിട്ട് എന്തിനു പോകുന്നു? എന്താ മനുവേട്ട ഇത്? മനുവേട്ടൻ ഇങ്ങനെയൊന്നും എന്നോട് പെരുമാറല്ലേ? ഇവിടെ എല്ലാവരോടും സംസാരിച്ച് ചിരിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാ പോരെ? ഓ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് മനുവേട്ടാ. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. പക്ഷെ നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വരാം. ഏതായാലും വരാതിരിക്കുന്നില്ല. ഇനിയിപ്പം നാളെ നീ ഇവിടെ ഉണ്ടാവൂല്ലോ എന്നൊന്നും അറിയില്ലല്ലോ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ ഒരു ചായയൊക്കെ കുടിച്ച് എല്ലാവരെയും കണ്ട് ചിരിച്ച് കളിച്ചൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ അലീനയുടെ കയ്യിൽ ഇങ്ങ് പിടിച്ചു. അലീനയുടെ കൈ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ചോദിച്ചു, എന്താ മനുവേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒരു ദിവസം ഈ കൈയും പിടിച്ച് അങ്ങ് കൈതക്കൽ തറവാട്ടിലേക്ക് വരേണ്ടവളല്ലേ നീ, അപ്പൊ വെറുതെ ഒന്ന് പിടിച്ചു നോക്കിയതാന്ന് ആ കയ്യില്. അങ്ങനെ ആ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നേരെ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിനകത്തേക്ക് അലീനയും മനുവും കൂടെ കയറി പോകുന്നത് കേട്ടോ. അകത്ത് കയറി ചെന്നപ്പോഴത്തേക്കും കൃഷ്ണമോൾ ഉണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണമോള് ചോദിച്ചു, അല്ല അലീന ചേച്ചിക്ക് എവിടുന്ന മനുവേട്ടനെ കിട്ടിയത്? ശരണ്യയുടെ വീട്ടിൽ പോയതല്ലായിരുന്നോ? ശരണ്യയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ ഞാനേ ഒരു മാമ്പഴം വീണ് കിടക്കുന്നത് പോലെ ഞാൻ അങ്ങ് വീണ് കിടക്കുക. അപ്പൊ എന്നെ ഇങ്ങനെ പിറക്കി എടുത്തോണ്ട് പോന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അലീന അപ്പോഴത്തേക്ക് ചിരിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഈ ചളിയൊക്കെ കേട്ട് അലീന ചേച്ചി അല്ലേ ചിരിക്കത്തുള്ളൂ അലീന ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ കൊല്ലപ്പള്ളി വരെ ഒന്ന് പോയി മോളെ, അവിടെ പോയിട്ട് എല്ലാവരും ഒന്ന് യാത്രയൊക്കെ, എല്ലാവരെയും കണ്ട് യാത്രയൊക്കെ പറയണമായിരുന്നല്ലോ. അല്ല അമ്മേനെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞോ? എല്ലാവരോടും പറഞ്ഞു, നിന്റെ അമ്മയോടും പറഞ്ഞു. അല്ല എന്നിട്ട് എന്തായിരുന്നു റിയാക്ഷൻ? എല്ലാവർക്കും വളരെ സന്തോഷം, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത വന്നപ്പോഴത്തേക്കും മനു ചോദിച്ചു, അല്ല എന്തു പറ്റി, നീ കിടന്ന് ഉറങ്ങുമായിരുന്നോ? ഓ ചെറിയൊരു ക്ഷീണം, അത് കാരണം ഒന്ന് ചെറുതായിട്ട് മയങ്ങിപ്പോയി മനുവേട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സമയത്ത് അലീന പറഞ്ഞു, അതെ മനുവേട്ടൻ ഇവിടെ ഇരിക്കും, ഇവരോട് സംസാരിച്ചുകൊണ്ട് ഞാനിപ്പോ ചായ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന നേരെ അകത്തേക്ക് കയറിപ്പോയി. ഈ ഒരു സമയത്ത് ബാലചന്ദ്രനും ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പം ബാലചന്ദ്രൻ മനുവിനെ കണ്ടതും, നീ എപ്പോ വന്നടാ? അത് പിന്നെ ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അലീന അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ എല്ലാരോടും യാത്ര പറയാനായിട്ട്, തിരിച്ച് കൊണ്ടുവിട്ടേക്കാൻ അച്ഛൻ പറഞ്ഞു. അവിടെ എല്ലാവർക്കും വലിയ സന്തോഷമായി കാണൂലടാ മനു. എല്ലാവർക്കും അത്ര സന്തോഷമൊന്നും ആയില്ല, പക്ഷെ ചിലവർക്ക് മാത്രം ഭയങ്കര സന്തോഷം കിട്ടിയിട്ടുണ്ട്. അല്ല അലീനെ കണ്ടില്ലല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചപ്പോഴത്തേക്ക് കൃഷ്ണമോള് പറഞ്ഞു, അലീന ചേച്ചി ചായ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയേക്കാം. അപ്പൊ മനു ചോദിച്ചു, അല്ല അലീന പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ഞങ്ങളെ കാര്യങ്ങളൊക്കെ?
ഉം അലീന എല്ലാവർക്കും ഒരു ബാധ്യതയായിരുന്നല്ലോ. ആ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ. അല്ല, ആന്റി തിരിച്ച് വരുമല്ലോ, അപ്പൊ പിന്നെ അങ്കിളിന് ഭരിക്കാനായിട്ട് സാധിക്കോ ഇനി? ഭരണം മാറിയ വിവരമേ എന്റെ ഭാര്യയെ അറിയിക്കണ്ടേ. ബാലചന്ദ്രൻ എല്ലാവർക്കും വിട്ടു കൊടുത്തിട്ടേ ഉള്ളൂ, വീണ്ടെടുത്തിട്ടില്ല. സ്വാതന്ത്ര്യങ്ങൾ, അവകാശങ്ങൾ, അധികാരങ്ങൾ അതെല്ലാം ബാലചന്ദ്രൻ ഇനി അങ്ങോട്ട് എടുക്കും, പഴയതുപോലെയല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത ചോദിച്ചു, അല്ല അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? അച്ഛൻ അമ്മയോട് യുദ്ധം പ്രഖ്യാപിക്കുന്നാണോ പറയുന്നത്? അലീന ചേച്ചി ഇവിടുന്ന് പോകാന്ന് തന്നെ വെച്ചതുണ്ടല്ലോ, നിങ്ങളുടെ വഴക്ക് തീരാൻ വേണ്ടിയാ. അല്ലെങ്കിൽ പിന്നെ പോകുന്ന അലീന ചേച്ചി പറയില്ലല്ലോ, അലീന ചേച്ചി പോകില്ലല്ലോ. ഞാൻ പറയുന്നത് അച്ഛനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അലീന ചേച്ചി തൽക്കാലം പോയാലും ശരി, അമ്മ തിരിച്ചു വന്ന് എല്ലാം ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അലീന ചേച്ചിനെ തിരിച്ചു വിളിക്കണം. അതല്ലേ ചെയ്യേണ്ടത്. അല്ല നിങ്ങൾ അടിയും പടയും വെച്ചോണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത്? അമ്മയോട് വഴക്കിടാൻ നിന്നാല് അതൊന്നും നടക്കത്തില്ല അച്ഛാ. എങ്ങനെയെങ്കിലും അമ്മയോട് സോപ്പിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കണം, പറയണം. മോളെ, നീ ഇങ്ങനെയൊക്കെ പറയും, നിനക്കേ ഒന്നും അറിയത്തില്ല, നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അലീന വന്നിട്ട് പറഞ്ഞു, എന്താ ഇവിടെ ഡിസ്കഷൻ ഇത്രയ്ക്ക്? എല്ലാരും വന്ന് ചായ കുടിച്ചേ, മനുവേട്ട ഇങ്ങ് വന്നേ ചായ കുടിച്ചെന്ന് പറഞ്ഞ് ചായയൊക്കെ ആയിട്ട് നമ്മുടെ അലീന വന്നു. എല്ലാവരും അതിൽ നിന്ന് ഓരോ ചായയൊക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല നീ പോയ കാര്യങ്ങളൊക്കെ നടന്നോ? ശരണേനെ കണ്ടു, കൊല്ലപ്പള്ളിക്കും പോയി. ആഹാ, അല്ല ഇനി നീ കൊല്ലപ്പള്ളിക്ക് വെടിക്കെട്ട ഉത്സവം കാണൂലോ അലീന പോകുന്നതിന്റെ. അലീന പോകുന്നതിൽ സന്തോഷിക്കുന്ന രണ്ട് പേരേ ഉള്ളൂ അങ്കിളെ. ഒന്ന് എന്റെ അമ്മ, ഒന്ന് വൈജ ആന്റി. ബാക്കി ആർക്കും അലീന ഇവിടെ നിന്ന് പോകുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. വരട്ടെ മനു, നോക്കാം നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. അലീന ഏതായാലും പോവല്ലേ. അല്ല മോളെ, നിന്റെ ജാതകം മാറാൻ പോവാ. എന്റെ ജാതകം എങ്ങോട്ട് മാറാനാ? അച്ഛൻ എന്താ ഈ പറഞ്ഞോണ്ട് വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് അലീന. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, നീ ഗംഭീര സെറ്റപ്പിലേക്കല്ലേ ചെല്ലുന്നത്. നിനക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ലാത്ത ആൾക്കാരാ അവിടെ ഉള്ളത്. അത്രയ്ക്ക് വമ്പൻ സെറ്റപ്പാ. അല്ല, അത്ഭുത ദ്വീപിലെ അധിപനീശ്വർ എന്നൊക്കെ പറയുന്നത് പോലെയാണോ? ഓ അതെ. ഇനി അലീനെ കണ്ട അത്ഭുത ലോകം, അതാണ് നീ കാണാൻ പോകുന്നത്. എന്താ അച്ഛാ, അച്ഛൻ പറയുന്നത് കേട്ടാ തോന്നും എന്നെ ഏതോ വിദേശ രാജ്യത്തേക്ക് കയറ്റിവിടാൻ പോവാണെന്ന്. ചുമ്മാ പറയുക. എന്ത് അത്ഭുതം, എന്ത് ലോകം, എന്ത് സൗഭാഗ്യം. ബബിത പറഞ്ഞു, എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ട്, അത് ഞാൻ കണ്ടുപിടിക്കും. മോളെ, കണ്ടുപിടിക്കാതിരിക്കുന്നതാ നല്ലത്. ചില രഹസ്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ മനു പറഞ്ഞതേ, ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇതൊക്കെ അങ്കിളിന്റെ ഓരോ നമ്പറുകളാ, നിങ്ങൾ വിട്ടുകളാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, അയ്യോ രോഹിത്തിനെ വിളിച്ചില്ലല്ലോ, ഞാൻ രോഹിത്തിനെ പോയി വിളിക്കട്ടെ എന്ന് പറഞ്ഞ് രോഹിത്തിനെ വിളിക്കാൻ വേണ്ടി അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയത്ത് ഇവരിവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നു, സംസാരിച്ചോട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബബിതേനെയാണ്. അപ്പൊ ബബിത കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ആരോ ഫോൺ വിളിക്കുന്നു കേട്ടോ. ബെല്ലടിക്കുമ്പോഴത്തേക്കും ഫോണിലേക്ക് നോക്കിയപ്പോഴത്തേക്കും വേറെ ആരുമല്ല, നമ്മുടെ വൈജയ. എടുക്കാൻ തീരെ താല്പര്യമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ എടുത്തിട്ട് ഹലോ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, എടി ബബിത, എത്ര നേരം കിടന്ന് വിളിക്കണം, നിനക്കൊക്കെയോ താല്പര്യമില്ല, എന്നാ പിന്നെ അങ്ങോട്ടെങ്കിലും വിളിച്ച ഒന്ന് എടുക്കാൻ മേലെ എടി ബബിതേ. എന്റെ അമ്മയെ, ഞാൻ കുളിക്കുമായിരുന്നു, അതാ ഫോൺ എടുക്കാൻ താമസിച്ചത്. ഓ, നിനക്കൊക്കെ എന്നാടി വിളിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? എല്ലാം നാട്ടുകാരറിഞ്ഞ് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കണോ? അല്ല, അമ്മേനെ വിളിച്ചിട്ട് എന്തിനാ? ഒരുമാതിരി മോശം വർത്താനവും അതിനേക്കാളും വലിയ ഗോസിപ്പും. ഇത് കേൾക്കാനേ എനിക്ക് ഫോണില് വലിയ വീഡിയോസും കണ്ടിരുന്നാ പോരെ. ഓ അത് ശരിയാ, അമ്മയുടെ സംസാരവും പ്രവൃത്തിയാണല്ലോ മോശം, ബാക്കി എല്ലാവരും നല്ലവരാണല്ലോ. സൂപ്പർ സൂപ്പർ. എന്റെ പൊന്നമ്മേ, ഞാൻ ആരും നല്ലവരാന്നും പറഞ്ഞിട്ടില്ല, അമ്മ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സംസാരം മോശമാണെന്നാ ഞാൻ പറഞ്ഞത്. അതെ, മോശം കാര്യങ്ങൾ നടക്കുമ്പം ഞാൻ പറയുമ്പം അവിടെ മേമ്പൊടി ചേർത്ത് പതപ്പിച്ച് സുഖിപ്പിച്ച് പറയാനൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ നിങ്ങളുടെ അച്ഛൻ അത് അറിയായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവൾക്കും അയാൾക്കും നിങ്ങൾ കൂട്ടു നിൽക്കുന്നത്. ഓ തുടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ടാ, ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാ ഞങ്ങൾ അമ്മയെ വിളിക്കാത്തത്, ആരും വിളിക്കാത്തത്. എപ്പ വിളിച്ചാലും അച്ഛനെ കുറിച്ചും അലീന ചേച്ചിനെ കുറിച്ചും അമ്മയ്ക്ക് കുറ്റം പറയണം, അത് അപവാദം പറഞ്ഞുണ്ടാക്കണം. നാണമില്ലേ? ഇവര് ചെയ്ത നല്ല കാര്യങ്ങളൊന്നും അമ്മയുടെ കണ്ണിൽ പെടത്തില്ല. അത് അമ്മയ്ക്കും അതെ, കമലയാന്തിക്കും അതെ, രണ്ടിനോടും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കുറ്റവും കുറവും എല്ലാം കാണുമായിരിക്കും. ഇനി ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് എടുക്കൂലോ. അതെ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞൊന്നും തെറ്റിട്ടില്ലല്ലോ. നിന്റെ അച്ഛൻ പറഞ്ഞു വെച്ച കള്ളത്തരം പൊളിഞ്ഞില്ലേ? അതിന് നിനക്കൊന്നും പറയാനില്ലേ? അതെ, അച്ഛൻ കള്ളം പറഞ്ഞെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ട്. അത് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ അമ്മയ്ക്ക് താല്പര്യമില്ലല്ലോ. എന്തായാലും അമ്മയുടെ ആവശ്യപ്രകാരം അലീന ചേച്ചി ഇവിടെ നിന്ന് പോകും.
അപ്പം അമ്മയ്ക്ക് സമാധാനം ആവൂലോ. ആവും, ആവൂടി, സമാധാനം ആവും. എങ്കിലേടി എനിക്ക് സമാധാനം ആവത്തുള്ളൂ. എറണാകുളത്ത് അവളുടെ കൂടെ നിങ്ങൾ തെണ്ടി തിന്നാൻ വിട്ട വീട്ടിലേക്കാണോ പോകുന്നത്? അല്ല, അതിപ്പോ അമ്മ അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, ഏത് കുടുംബം നശിപ്പിക്കാനാ ആ നശിച്ചവൾ ഇവിടുന്ന് പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഓ, ഇനിയിപ്പൊ പറഞ്ഞില്ലായാലും പ്രശ്നമൊന്നുമില്ല, എന്തായാലും അവൾ ഉടനെ പോവൂലോ. അതെ അമ്മേ, എന്തായാലും ആ പാവം ഉടനെ തന്നെ പോകും. ഓ, പാവം പാവം, നിന്റെ അച്ഛന്റെ ഹൃദയം തകർന്നു കാണുമല്ലോ, തരിപ്പണമായി കാണൂലോ, വീണ് ഉടഞ്ഞു കാണൂലോ. അതെ, അമ്മയോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അമ്മേ. അമ്മ ഫോൺ വെക്കേ. അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രമാ വലുത്. നീയൊക്കെ എന്നെ അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അമ്മയെ കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന മക്കളെയാണല്ലോ എനിക്ക് കിട്ടിയത്. എന്റെ ഭാഗ്യം തന്നെ, മൂന്നെണ്ണത്തിന് എന്റെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നത്. ഓ, അമ്മയുടെ ഭാഗ്യം തന്നെയാണല്ലോ ഇതൊക്കെ. അതെ, ദേ, അതിനുള്ള എന്തെങ്കിലും പണ്ടെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അതെന്നടി നീ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞത്? ഞാൻ എന്ത് ചെയ്തു വെച്ചെന്ന് നീ പറയുന്നത്? അതെ, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരു മനുഷ്യന്റെ സന്തോഷം കളയാനേ എന്റെ അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും പറ്റത്തില്ല. ദേ ബബി, നീ സൂക്ഷിച്ച്, സൂക്ഷിച്ച് എന്ന് പറഞ്ഞിട്ട് ഫോൺ പെട്ടെന്ന് നമ്മുടെ ബബിത കട്ട് ചെയ്തു. അപ്പൊ പണ്ട് എന്തോ ചെയ്തു വെച്ചിട്ടില്ലേ, എന്തോ ചെയ്തു വെച്ചതിന്റെ അനുഭവിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജയ്ക്ക് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്, ഇനി ബബിത വന്ന് എന്തെങ്കിലും അറിഞ്ഞു കാണുമെന്ന്. പക്ഷെ ബബിത ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ബബിത പറഞ്ഞത് ഈ അനുഭവിക്കുന്നതും ഇതൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കുമല്ലോ എന്നുള്ള രീതിയിലാണ്. ഏതായാലും ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് ബബിതയ്ക്ക് ദേഷ്യം വന്ന് ബബിത ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ അലീന ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വന്നിട്ട് ബബി എന്നിങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ബബിത ദേഷ്യപ്പെട്ടിട്ട് എന്തുവാ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ അലീനയ്ക്ക് പിടികിട്ടി എന്തോ ചെറിയൊരു സംതിങ് എന്തോ നടന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ അലീന അടുത്ത് വന്നിട്ടോ. അടുത്ത് വന്നിട്ട് നമ്മുടെ അലീന ബബിതയുടെ അടുത്ത് അങ്ങ് ഇരുന്നു. ബബിതയുടെ അടുത്തിരുന്നിട്ട് ഈ ചായ ഈ ചായ കുടിച്ച് എന്നും പറഞ്ഞ് ചായ ഇങ്ങനെ വെച്ച് നീട്ടുകയാണ്. അപ്പോഴത്തേക്കും ബബിതയാണെങ്കിൽ ആ ചായ ഒന്നും പിടിക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും കൈ എടുത്ത് നമ്മുടെ അലീനെ അങ്ങ് പിടിപ്പിച്ചിട്ട് പറഞ്ഞു, അതെ, ഇതങ്ങോട്ട് കുടിച്ചേ. ഇത് കുടിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ അങ്ങ് മാറും. മര്യാദയ്ക്ക് കുടിക്കാനാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ബബിത പതുക്കെ ആ ചായ കുടിക്കുവാണ് കേട്ടോ. ബബിതയ്ക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് ഈ അലീനയുടെ കാര്യവും തള്ളയുടെ കാര്യവും ഒക്കെ ഓർത്തിട്ട്. അങ്ങനെ അലീന ചോദിച്ചു, എന്ത് പറ്റി മുഖത്ത് ഇത്രയ്ക്ക് ദേഷ്യം? ആരാ എന്റെ കൊച്ചിനെ ദേഷ്യക്കാരിയാക്കിയത്? എന്റെ കൊച്ചു ഇങ്ങനെയല്ലായിരുന്നല്ലോ. അത് അമ്മയാ. അമ്മ ഇപ്പം വിളിച്ചിരുന്നു. അയ്യേ, മേഡം എന്തെങ്കിലും പറഞ്ഞതിലാണോ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്നത്? അത് പിന്നെ കേൾക്കാൻ നല്ല സുഖമാണല്ലോ എന്റെ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ. എന്താ മോളെ ഇത്? അത് പിന്നെ ചേച്ചി, ചിരിക്കാൻ പറ്റണില്ല എനിക്ക്. ചേച്ചിക്ക് ചിരിക്കാലോ, ചേച്ചി ഇവിടുന്ന് പോവുകയാണല്ലോ. ആ, ഇനി ഇതൊക്കെ എന്നല്ലേ ചേച്ചിക്ക് ഇവിടെ നടന്നാൽ എന്നല്ലേ? ഓ, ഞാൻ കേട്ടിട്ടില്ലല്ലോ. മേഡം പറയുന്നത് മേഡത്തിന്റെ ബുദ്ധിമുട്ടുകളല്ലേ മോളെ? ഈ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകുമെന്ന് വിചാരിച്ച് തള്ള കോഴി കുഞ്ഞുങ്ങളെ സൂക്ഷിച്ച് ചിറകിനടിയിൽ നിർത്തുന്നത് പോലെ നോക്കിയതൊക്കെ നഷ്ടപ്പെടുമെന്നൊക്കെ തോന്നുമ്പോൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ മേഡവും ചെയ്യുന്നതൊക്കെ ഉള്ളൂ, അല്ലാതെ വേറൊന്നും അല്ല മോളെ. അതിന് നീ മേഡത്തിനോട് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ല, എത്രയൊക്കെ സഹിച്ചു നിന്നാലും ഒരു പരിധി വിട്ടാൽ എനിക്ക് കേട്ടിരിക്കാൻ പറ്റത്തില്ലെന്നേ. ഞാൻ പ്രതികരിച്ചു പോകും. അതെ, അവരെന്തൊക്കെ പറഞ്ഞാലും അവരോട് നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. അച്ഛനോടും അമ്മയോടും അങ്ങനെ സംസാരിക്കാനേ പാടില്ല. എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. എനിക്ക് എന്റെ ക്യാരക്ടർ ഇല്ലേ. ഓ, സാരമില്ല, എന്നാ പോട്ടെ. വേണ്ട, അലീന ചേച്ചി എന്നെ പിടിക്കണ്ടെന്ന് പറഞ്ഞു. അലീന ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്നിട്ട് നമ്മുടെ അലീന ഒന്ന് നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. നമ്മുടെ ബബിത അങ്ങനെയാട്ടോ, ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മെരുക്കിയെടുക്കാൻ ഭയങ്കര പാടാ. പിന്നെ അലീന ഒന്നുകൂടെ പിടിച്ചിട്ട് പറഞ്ഞു, ബബിതേ മോളെ, നീ നോക്കിക്കേ, നീ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? ഒരിക്കലും ശരിയാവില്ല. പിന്നെ നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുമ്പം നമ്മൾ അയാളെ ആക്രമിക്കുകയോ ചെയ്യുന്നത്. ആയുധങ്ങൾ കൊണ്ടും കൈകാലുകൾ കൊണ്ടും ആക്രമിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ശാരീരികമായി മുറിപ്പെടുത്തുന്നില്ല എങ്കിലും വാക്കുകൾ കൊണ്ടുവന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മുറിവുകളാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ദേഷ്യപ്പെടുന്നത് തെറ്റൊന്നും ചെയ്യാത്തവരോടാണെങ്കിലോ ഒന്ന് ഓർത്തു നോക്കിക്കേ. അനീതിയല്ലേ നമ്മൾ അവരോട് കാണിക്കുന്നത്? നമ്മൾ പറയുന്നതിന്റെ കടുപ്പം നമുക്ക് മനസ്സിലാകാത്തത് അവരുടെ മനസ്സിൽ നമ്മളോട് ഇപ്പോഴും സ്നേഹമുണ്ട് എന്നൊരു വിശ്വാസത്തിന്റെ പുറത്തൊക്കെയാണ്, അല്ലേ? ദേ മോളെ, സുന്ദരിക്കുട്ടി, ഇങ്ങോട്ട് നോക്കിയേ. ഇനി നീ നിന്റെ ദേഷ്യം കുറയ്ക്കണം കേട്ടോ. അത് പിന്നെ എനിക്ക് അറിയത്തില്ലെന്നേ, എനിക്ക് എന്നാ പെട്ടെന്ന് ദേഷ്യം വരുന്നതെന്നൊന്നും. ഇനി അവരോട് ദേഷ്യം ഉള്ളത് കൊണ്ടാണോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്? അതോ ഞാൻ ഇനി അഹങ്കാരി ആയതുകൊണ്ടാണോ? എനിക്കറിയത്തില്ല ലീന ചേച്ചി. ഓ, അല്ല,
അഹങ്കാരിയാണെന്ന് അവര് പറഞ്ഞോ, അല്ലെങ്കിൽ കൃഷ്ണ പറഞ്ഞോ? അന്ന് എനിക്കൊന്ന് ചോദിക്കണമല്ലോ. ഇനിയിപ്പൊ അവളുടെ വായിന്ന് ഇനി എന്നെ കേൾപ്പിക്കണം. അല്ല, അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയണമല്ലോ. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ കൃഷ്ണമോൾ എന്തെങ്കിലും പറഞ്ഞെന്ന്. അപ്പൊ നമ്മുടെ രോഹിത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബബിത ഒന്ന് ചിരിച്ചു കേട്ടോ, എന്ന് പറഞ്ഞോണ്ട് ചിരിച്ചു. അപ്പോഴത്തേക്കും രോഹിത് ചോദിച്ചു, ഇവിടെ റൂം സർവീസ് ഒക്കെ ഉണ്ടോ? കൊള്ളാലോ പരിപാടി. ആഹാ, അത് പിന്നെ കുറച്ച് നാള് റൂം സർവീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ, കൂടുതൽ ഇങ്ങോട്ട് ഡയലോഗ് അടിക്കരുത്. ബബിത കേട്ടോ പറഞ്ഞതേ. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞാൽ കൃഷ്ണമോൻ എന്തി രോഹിത്തെ? അത് പിന്നെ എന്തോ ഡാൻസ് സ്കൂളിൽ ആരാണ്ടോ വിളിച്ചു, അവരോട് കത്തി വെച്ചോണ്ട് അവള് മുൻവശത്ത് ഇരിപ്പുണ്ട്. അല്ല, എന്തെങ്കിലും സഹായം വേണോ അലീന ചേച്ചിക്ക്? അവളിതേ പറഞ്ഞെന്നേ ബബിതയ്ക്ക് അഹങ്കാരമാണെന്ന്. അതൊന്നും നമുക്ക് ചോദിക്കണമല്ലോ. ഓ, അതിനാണോ അവളെ വിളിച്ചത്? ഇത് വെറും സിമ്പിൾ മാറ്റർ, വെറുതെ. ഇത് ഞാൻ പറഞ്ഞു തരാലോ വ്യക്തമായിട്ട്. എന്നാല് നീ പറ, വ്യക്തമായിട്ട് പറ. സംശയം എന്താ? അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവളല്ലേ ഇവള്. ഇവളെപ്പോലെ ഒരു അഹങ്കാരി ഈ ദേശത്തിൽ, ഈ ഭൂമിയിലില്ല. ദേ രോഹിയേട്ട എന്നെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ, ഞാൻ എവിടെയും വിളിച്ചു പറയും, സത്യത്തിന്റെ മുഖം മറയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത നിന്നെ ഞാൻ കാണിച്ചു തരാളാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത്തിനെ ഓടിക്കാൻ തുടങ്ങാൻ കേട്ടോ. രോഹിത്തിനെ ഓടിച്ചിട്ട് അവിടെ ഇരുന്ന് ഒരു പില്ലോ എടുത്ത് രോഹിത്തിനിട്ട് ഒറ്റയേറ്. അതിനിടയ്ക്ക് നമ്മുടെ അലീന തടയാൻ വരുന്നു. രസകരമായ കുറച്ച് നിമിഷങ്ങൾ അവരുടെ എന്താ പറയാ, ചെറിയ രീതിയിലുള്ള ഒരു തമാശയും കുട്ടികളെയൊക്കെ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയുടെ റൂമിലേക്ക് കൃഷ്ണമോള് കയറി വരികയാണ് കേട്ടോ. അപ്പൊ അലീന ചോദിച്ചു, അല്ല നീ കിടന്നില്ലായിരുന്നോ? അത് പിന്നെ ഞാൻ കിടന്നില്ല, എനിക്ക് ഉറക്കം വരുന്നില്ലെന്നേ. എനിക്ക് ചങ്കിന് വല്ലാത്തൊരു വിഷമം. ചങ്കിന് വിഷമം എന്നെ പറ്റി? അതെ, അലീന ചേച്ചി പോകുവാന്ന് ഓർക്കുമ്പോഴത്തേക്കും ദേ അങ്ങനെയൊന്നും വിഷമിക്കണ്ട കേട്ടോ, ഞാൻ ഇടയ്ക്ക് വരുമല്ലോ. നമ്മൾ ഫോണിൽ വിളിക്കും, വീഡിയോ കോളിൽ കാണും, സംസാരിക്കും. അപ്പൊ ഞാൻ പോയിന്ന് തോന്നത്തേ ഇല്ല. പിന്നെ എന്താ? അല്ല, എന്നാലും ചേച്ചി വീട്ടിലില്ലല്ലോ, അതിന്റെ ഒരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ ചേച്ചി? ദേ ഇങ്ങ് വന്നേ, അകത്തേക്ക് വന്നേ. എന്തിനാ എന്റെ മോള് വിഷമിക്കുന്നത്? വിഷമിക്കേണ്ട എന്ത് കാര്യമുള്ളത് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അലീന അകത്തേക്ക് കയറ്റിയിട്ട് വാതിലൊക്കെ ലോക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ആ കട്ടിലയിൽ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ അലീനയും ആ കട്ടിലയിൽ ഇരുന്നു. എന്നിട്ട് അലീന പറഞ്ഞു, ഇന്നേ എന്റെ കൂടെ കിടന്നാൽ മതി കേട്ടോ, അപ്പൊ ഈ വിഷമമൊക്കെ മാറും. നമുക്ക് നേരം വെളുക്കുന്നത് വരെ വർത്താനൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കിടക്കാം. അത് പിന്നെ ചേച്ചി പോയാല് ഇവിടെ എല്ലാം ശരിയാവോ? അമ്മ തിരിച്ചു വരുമായിരിക്കും. അമ്മ വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങള് ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ? എന്താ നടക്കാൻ പോകുന്നതെന്ന്? അത് നിങ്ങള് പഴയതുപോലെ ഇവിടെ ജീവിക്കും. അത് ചേച്ചി ആഗ്രഹം മാത്രല്ലേ ചേച്ചി? ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ എന്റെ അച്ഛൻ അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കുന്നത്? അതെ, ഞാൻ ഉള്ളത് കൊണ്ടാണോ നിന്റെ അച്ഛൻ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത്? നിങ്ങളെല്ലാം നല്ല കുട്ടികളായിട്ടല്ലേ? അല്ല ചേച്ചി, ചേച്ചിയുടെ മുമ്പില് ചെറുതാകാൻ വയ്യാത്തത് കൊണ്ട് മാത്രമാ, അല്ലാതെ വേറൊന്നും അല്ല. അച്ഛൻ വലിയൊരാളല്ലേ ചേച്ചിയുടെ മനസ്സില്. അച്ഛൻ ക്ഷമിക്കാനും സഹിക്കാനും പറ്റാത്ത ഒരുപാട് സംഗതികൾ അറിഞ്ഞിട്ടും അതെല്ലാം മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്നത് ആരെ ഓർത്തിട്ടാണെന്ന് അറിയാമോ? അത് എന്റെ അലീന ചേച്ചിനെ ഓർത്തിട്ട് തന്നെയാ. ഇത് കേട്ടപ്പോഴേ നമ്മുടെ അലീനയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ട് അതിൽ ഈ ഒരു സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. മിസ് ചെയ്ത് കളയിലെ എല്ലാവരും കാണണം. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിൽ ഇറങ്ങി ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ ടാറ്റ, ബൈ ബൈ.